നമസ്കാരം. നമ്മുടെ സ്വതന്ത്ര ഇടതു MLA-മാരായിട്ടുള്ള PV അൻവറും KT ജലീലും കളം നിറഞ്ഞാടുമ്പോൾ മൗനത്തിൽ തന്നെയാണ് സ്പീക്കർ ഷംസീർ. നമ്മുടെ പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ട് ചില സമയങ്ങൾ ഒന്ന് ചുണ്ടനക്കേണ്ട ഗതികേട് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിക്ക് വന്നു ചേരുന്നുണ്ട് എങ്കിലും വളരെ ഗൗരവപൂർവം മതം നിശ്ചയിച്ച മൗനത്തിലേക്ക് ലയിക്കുവാൻ അദ്ദേഹത്തിന് കാലതാമസമൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു മതത്തിൻ്റെ ഒരു UDF ഭരണമാറ്റത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന തയ്യാറെടുപ്പ് ചില മതശക്തികളുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ട് ഇടതുപക്ഷ MLA-മാർ കൂടി സഹകരിച്ചുകൊണ്ട് നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്, ആർക്കു വേണ്ടിയിട്ടാണ് എന്ന് പാർട്ടി നേതൃത്വവും പിണറായിയും ഒക്കെ തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ മാത്രമാണ്. ഇപ്പോൾ പാർട്ടി നേതൃത്വം ചെറുതായിട്ടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് എങ്കിലും ആ അങ്കലാപ്പിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അങ്കലാപ്പ് എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സംഘടിത മതവിഭാഗത്തെ വെറുപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്? ഈ ഇപ്പോഴേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ വലിയ പരാജയം, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ കേരളത്തിൽ ഒരു സീറ്റ് മാത്രം ജയിപ്പിച്ചെടുക്കുവാൻ സാധിച്ച സാഹചര്യം, അതിൽ നിന്ന് വീണ്ടും അടുത്ത പരാജയത്തിലേക്ക് പോകുവാനുള്ള കളമൊരുങ്ങുമ്പോൾ അതിനു വേണ്ടിയിട്ട് കൂടെ നിന്ന സ്വതന്ത്രന്മാർ അവർ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനല്ല, എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല, അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് വിധേയമായിട്ട് നിൽക്കേണ്ട സാഹചര്യം എനിക്കില്ല. അവർ സ്വതന്ത്രമായിട്ട് ഇപ്പോൾ ഒരു പരാതി കൗണ്ടറും തുറന്നിട്ടുണ്ട്. ആർക്കെതിരെയാണ് പരാതി കൗണ്ടർ തുറന്നിരിക്കുന്നത്? അവർ പറയുന്നത്, ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ PV അൻവർ പറയുന്നത്, ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള പരാതികൾ എൻ്റെ ഈ വാട്സപ്പിലേക്ക് അയക്കൂ എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? അത് പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് സംവിധാനത്തെ കുറിച്ചുള്ള പരാതികൾ നിങ്ങൾ പാർട്ടി സഖാക്കൾ എനിക്ക് അയച്ചാൽ മതി, ഇത് പരിഹരിക്കാൻ എനിക്ക് സാധിക്കും, ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിയേക്കാൾ സർവശക്തനാണ് ഞാനെന്ന് തുറന്ന് പ്രഖ്യാപിക്കുന്ന PV അൻവറിനെയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ PV അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരുപക്ഷെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒരു പരാജയം ഇടതുപക്ഷത്തിന് ഉറപ്പിക്കാൻ തക്കവണ്ണം പാർട്ടിയെ രണ്ടായിട്ട് പിളർത്തുക, അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വില പറഞ്ഞുറപ്പിച്ച് മതപരമായിട്ടുള്ള തങ്ങളുടെ സ്വാധീനം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകളെല്ലാം എനിക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പ്രചരണവും പ്രവർത്തനവും ഒക്കെ നടത്തിക്കൊണ്ട് വിജയമുറപ്പിച്ച് ഒരു മന്ത്രിസ്ഥാനം കൃത്യമായിട്ട് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ആരോപണങ്ങളെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ അവസാന സമയത്തെങ്കിലും തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴുള്ള പ്രതികരണങ്ങളിൽ നിന്ന് അനുമാനിക്കാൻ സാധിക്കുന്നത്. സ്വന്തം സമുദായത്തെ കൂടെ നിർത്തുവാൻ വേണ്ടിയിട്ടാണ് RSS നേതാവുമായിട്ട് ഇവിടുത്തെ ADGP നടത്തിയ ഒത്തുചേർന്നുള്ള കൂടിക്കാഴ്ചകളും അതുപോലെ തന്നെ രാം മാധവ് പോലുള്ള നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളുമൊക്കെ ഇവിടെ വിവാദ വിഷയമാക്കിയത് സ്വന്തം സമുദായത്തെ കൂടെ നിർത്തി പിന്തുണ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വിവാദം കത്തിപ്പുകയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ഗൂഢമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദത്തിന് കാരണമായിട്ടുള്ള വസ്തുതകൾ ഒന്നൊന്നായിട്ട് നാം പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്താണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഓരോ മലയാളിക്കും മനസ്സിലാകും. എല്ലാവർക്കും നമസ്കാരം. വ്യാജ മയക്കുമരുന്ന് കേസുകൾ പെടുത്തി യുവാക്കളെ ജയിലിലടയ്ക്കുന്ന SP-യെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? MDMA കേസുകൾ വ്യാജമായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് യുവാക്കളെ ജയിലിലടയ്ക്കുന്നു എന്നുള്ളതാണ് ഒരു പരാതി. രണ്ട്, ലൈഫ് മിഷൻ പോലുള്ള ഭവന പദ്ധതികളിൽ ആവശ്യമായിട്ടുള്ള മണ്ണ് ഇടാൻ വേണ്ടിയിട്ട്
മണ്ണ് അടിക്കുവാൻ വേണ്ടിയിട്ട് വാഹനങ്ങളെ അനുവദിക്കുന്നില്ല. നിരത്തിൽ ഈ മണ്ണുകടത്തുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തുന്നു, വാഹനങ്ങൾക്ക് പെനാൽറ്റി ഈടാക്കുന്നു, വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഒരു ആരോപണം. മൂന്നാമത്, വിമാനത്താവള പരിസരത്ത്, പ്രത്യേകിച്ച് എടുത്തു പറയണം, കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് പോലീസ് അനധികൃതമായിട്ട് ആളുകളെ പരിശോധിക്കുന്നു എന്ന് മാത്രമല്ല, ആളുകളുടെ കൈവശമുള്ള സ്വർണം, അത് അനധികൃതമായിട്ട് കൊണ്ടുവരുന്ന സ്വർണം പോലീസ് പിടിച്ചെടുക്കുന്നു. അങ്ങനെ പിടിച്ചെടുത്തിട്ട് അത് ഉണ്ണി എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കടക്കാരന്റെ അടുത്ത് കൊണ്ടുപോയി ഉരുക്കി CRPC 102 പ്രകാരം കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഏൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ പിടിച്ചെടുത്ത സ്വർണം കസ്റ്റംസിനെ ഏൽപ്പിക്കാത്തത്? എന്തിനു വേണ്ടിയിട്ടാണ് CRPC 102 സെക്ഷൻ വെച്ച് കേസ് ചാർജ് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള നിരവധി സംശയങ്ങളാണ്, ഒരുപക്ഷെ ആരോപണങ്ങളാണ് ഈ PV അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്വതന്ത്ര MLA എന്നൊക്കെ പറയുന്ന, ഇന്ന് പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും തലവേദനയായിട്ട് മാറിയ ഈ PV അൻവറും KT ജലീലും കാരാട്ട് റസാഖും ഒക്കെ ചേർന്നുള്ള ആ കോക്കസ് വിവാദമായിട്ട് ഉന്നയിക്കുന്നതും, ഇന്ന് പോലീസ് സേനയിലെ ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണ സമിതിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഒരു പ്രഹസനമാണെങ്കിൽ കൂടി ഒരു അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് വഴിവെച്ചതും നാം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ 150 കിലോ സ്വർണം 2.5 വർഷം കൊണ്ട് പിടിച്ചെടുത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഈ സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം SP ആയിരുന്ന, ഇപ്പോൾ ഈ അന്വേഷണ വിധേയമായിട്ട് വിവാദമായി നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ. ഈ 150 കിലോയോളം വരുന്ന സ്വർണം പിടിച്ചെടുത്ത സമയത്തൊക്കെ ഇത്തരത്തിലുള്ള സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടുവന്ന സംഘത്തെ കുടുക്കിയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മലപ്പുറം MLA ആയിട്ടുള്ള ഈ PV അൻവർ ഇത്ര അസ്വസ്ഥനാകുന്നത്? ഈ PV അൻവറിനെ വല്ലാതെ അലട്ടുന്ന വിഷയം എന്താണ്? ഈ മണ്ണു മാഫിയ സംഘത്തിന്റെ വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ എന്തുകൊണ്ടായിരിക്കും PV അൻവർ എന്ന് പറയുന്ന ഈ MLA ഇത്ര അസ്വസ്ഥനാകുന്നത്? ഈ MDMA കേസിൽ പ്രതിയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്താൽ അതെന്തുകൊണ്ടാണ് ഈ PV അൻവർ എന്ന് പറയുന്ന MLA ഇത്ര അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? ഇതിന് വസ്തുത എന്ന് പറയുന്നത്, ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ എറണാകുളത്ത് നിന്നുള്ള ഒരു വാർത്ത, ഒരു ഇന്റർവ്യൂ, ചില മുൻകാല MDMA കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ശ്രദ്ധിക്കുവാനിടയായി. ആ വാർത്ത ശ്രദ്ധിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ആ വാർത്തയിൽ 3 അംഗ സംഘം അവർ പറയുന്നു, ഞങ്ങൾ മയക്കുമരുന്ന് കടത്തി എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിൽ പോലീസ് സംഘം ഞങ്ങളെ അറസ്റ്റ് ചെയ്തത്. പോലീസ് സംഘം ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അതിനുശേഷം പോലീസ് വ്യാജമായി കഞ്ചാവ് പൊതി തങ്ങളുടെ വാഹനത്തിൽ വച്ചിട്ട് പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു എന്ന് പറയുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പോലീസ് സേനയെ സംബന്ധിച്ച് ധാരാളം തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നു എങ്കിലും ഇന്ന് ഭാരതത്തിൽ നിലവിലുള്ള പോലീസ് സംവിധാനത്തിൽ എടുത്തു പറയത്തക്ക ഒരു പോലീസ് സംവിധാനം തന്നെയാണ് കേരളത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന പോലീസ് സേന എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു വ്യാജ മയക്കുമരുന്ന് കേസ് യാതൊരു പൂർവ്വവിരോധവുമില്ലാത്ത ഒരു 3 അംഗ സംഘത്തിനു നേരെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു IPS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആരോപിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത്ര ക്രൂരമായിട്ട് 2 ചെവിയിലൂടെ ബ്ലഡ് ഒലിച്ചിറങ്ങി, രക്തം ഒലിച്ചിറങ്ങി എന്നൊക്കെ പറയുന്ന ഈ പ്രതി ചേർക്കപ്പെട്ട ഈ യുവാക്കള് ഇത്ര ക്രൂരമായി മർദ്ദിക്കപ്പെടാനുള്ള സാഹചര്യം എന്തായിരിക്കും? അപ്പോൾ യുവത്വം മാറിയിട്ടില്ലാത്ത മധ്യവയസ്കനായിട്ടുള്ള ഏറ്റവും ചെറുപ്പമുള്ള IPS റാങ്കിൽ ഉള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ആ തീവ്രമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് തൻ്റെ ജോലിയോട്, സമൂഹത്തോട് നീതി പുലർത്തണം, താൻ സർവീസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനോട് നീതി പുലർത്തണം എന്നുള്ള താല്പര്യത്തോടു കൂടി മയക്കുമരുന്ന് ലോബിക്കെതിരായിട്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് ലോബിക്കെതിരായിട്ട്, മണ്ണു മാഫിയക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട്
നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരെയൊക്കെ ഇത്തരത്തിൽ തുടരാൻ അനുവദിക്കാതെ ഈ നാട്ടിൽ നിയമപരിപാലനം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം കുറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പ്രതിസന്ധിയിലാക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് PV അൻവറിനെ പോലുള്ള KT ജലീലിനെ പോലുള്ള കാരാട്ട് റസാക്കിനെ പോലുള്ള ഈ മതപരമായിട്ടുള്ള കണ്ണുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാ സംവിധാനത്തെയും രാജ്യത്തെയും നിയമത്തെയും എല്ലാം കാണുന്ന ഈ കൂട്ടർ ഈ സുജിത് ദാസിനെയും കണ്ടത് എന്ന് അനുമാനിക്കാനാണ് ഈ വാർത്തകളൊക്കെ ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആരോപണങ്ങളെല്ലാം അന്വേഷിച്ച് അതിൻ്റെ മറ നീക്കി പുറത്തു വരുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് ലോബിയുടെ പിന്നിൽ, മണ്ണ് മാഫിയയുടെ പിന്നിൽ, അതുപോലെ തന്നെ മയക്കുമരുന്ന് ലോബിയുടെ പിന്നിൽ, ഇതിൻ്റെ എല്ലാം പിന്നിലെ ആ ചാലക ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ മതഭീകരതയുടെ കരങ്ങൾ തന്നെയായിരിക്കും. ഈ കരങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്, സ്വതന്ത്രമായിട്ട് വിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ അനുവദിക്കുന്നത് അത് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഈ PV അൻവറും ഈ കാരാട്ട് റസാഖും KT ജലീലും ഒക്കെ തന്നെയായിരിക്കും. നന്ദി, നമസ്തേ.